Good morning to all. Now taking notes. Good morning, ma'am. Okay, start it. Okay, എല്ലാവരും ഉണ്ടോ? ജോയിൻ ആയോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Okay, so let's start today's class with the prayer, birthday and signing. Okay, ma'am. Prayer. Lord, you are the source of all wisdom and understanding. As I begin my studies today, I ask for your guidance. Help me to grasp the material, remember what I have learned, and apply it wisely. May my mind be clear, my memory strong, and my understanding deep. Thank you for the opportunity to learn and grow. Thank you, ma'am. Hi, good morning, ma'am. Good morning, everyone. My name is Tessie. I hope everyone is happy. Today is a wonderful day. I wish I wish Shruti all the best for your good prayers. I am very happy to welcome Ashwati ma'am to the class to impart knowledge and also welcome all the batchmates to the class. Let's make the class enjoyable with everyone's cooperation. I invite Lavali Chichi presently for thought. Thank you very much. Good morning, ma'am, and good morning, my dear friends. Today's thought. If you fail, never give up, because fail means first attempt in learning. Thank you. Okay, then how are you all? Fine, ma'am. Fine. Okay, prepared ആണോ എല്ലാവരും? ഞാൻ വീണ്ടും പെട്ടെന്ന് കയറി വന്നു. Prepared ആണോ? മാം ഇന്ന് നെക്സ്റ്റ് ഗ്രൂപ്പിലുള്ള 2 പേരൊക്കെ ആബ്സെന്റ് ആണ്. ഓരോ എമർജൻസി ആയിട്ട് പോയേക്കണേണ്. ആണോ? ഓക്കെ. യെസ് മാം. ഇപ്പോ ക്ലാസ്സിൽ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇനി എടുക്കാനുള്ള പോർഷൻ ഐ തിങ്ക് ബൈ, ഫോർ, സിൻസ്, ബിറ്റ്വീൻ. ഈ 4 ടോപ്പിക്സ് ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ ക്ലാസ്സിൽ? ഞാനുണ്ട്. ബൈ സ്നേഹ. മാം പക്ഷേ അശ്വതി നിഷ. ഓക്കെ. ആരൊക്കെ ഏതൊരു ടോപ്പിക് ഏതായിരുന്നു? ബൈ സിൻസ്. ബൈ സിൻസ്. ബൈ ടോപ്പിക് എന്ന ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ട്? സ്നേഹ. ഓക്കെ. ദെൻ അശ്വതി ഹോസ്പിറ്റലിൽ പോയേക്കണേണ് മാം. ഓക്കെ, ആബ്സെന്റ് ആണ്. യാ. ദെൻ നെക്സ്റ്റ് ഫോർ. മാം 4ല് തൻസീറ എമർജൻസി ആയിട്ട് പോയേക്കണേണ്. മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. തൻസീറ ഇല്ല, ഒരാളില്ല. ഓക്കെ. സിൻസ്. സിൻസില ഫിലിയില്ല. ബിറ്റ്വീനില് 2 പേരും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ദേവിയും നസീറയും. ദേവി ഉണ്ടോ? നസീറ ഉണ്ട്. ദേവി ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടോ? പേരെന്താണ്? ദേവി. ദേവി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആളുണ്ടോന്ന് അറിയില്ല. വന്നിട്ടില്ല. ഓക്കെ, എന്താ ചെയ്യാം? എല്ലാവരും ഒരാളെ വെച്ചേ ഉള്ളല്ലോ. ഉള്ളവർ പറയട്ടെ, മാം. മതിയോ? ഓക്കെ ആണോ? നിങ്ങൾ റെഡി ആണോ? ഒരാളെ വെച്ച് പറയോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ ആണോ? സ്നേഹ ഓക്കെ? ഓക്കെ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ ആയോ? ഓക്കെ വരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Okay. After each thought,
അതെ മോനെ വാതിൽ നോക്കിയത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഓൺ in and during. Next we are going to discussing about the preposition by. The word by is a versatile word that commonly used in English language, and it contains various meanings related to time, method, location and more. അപ്പൊ നമുക്ക് അതായത് ബൈ എന്നുള്ള വേർഡ് പൊതുവായിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് മെയിൻ ആയിട്ട് സമയം, രീതി, സ്ഥലം ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് എവിടെയെല്ലാം ഈ ബൈ എന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് സീ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൗ ഓർ ഇൻ വാട്ട് വേ സംതിങ് ഈസ് ഡിസ്ക്രൈബ്സ് എന്നുള്ളതാണ്. സംതിങ് ഡൺ അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ ഈസ് ഹീറ്റഡ് ബൈ ഗ്യാസ്, അതായത് വെള്ളം ഗ്യാസ് ഉപയോഗിച്ച് ചൂടാക്കുന്നു. പിന്നെ ഐ വിൽ കോണ്ടാക്ട് യു ബൈ ലെറ്റർ, കത്തിലൂടെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയാം. പിന്നെന്ന് വെച്ചാല് പിന്നെ ടു ട്രാവൽ ബൈ ബസ് ഓർ ട്രാവൽ ബൈ കാർ ഓർ ട്രാവൽ ബൈ ഫ്ലൈറ്റ്, ഇതൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നു അല്ലെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹ ഒന്ന് ഡെഫിനിഷൻ പറയാമോ ബൈന്റെ? ബൈ എന്ന് പറയുന്നത് ഇറ്റ്സ് എ versatile word. The preposition by, it's a versatile word that commonly used in English language. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബൈ എന്നുള്ള വേർഡ്. അത് വെച്ചാൽ മെയിൻ ആയിട്ട് ഇറ്റ് കൺവേസ് വേരിയസ് ടൈപ്സ് ഓഫ് മീനിങ്സ് റിലേറ്റഡ് ടു ലൊക്കേഷൻ, ടൈം, മെത്തേഡ് ആൻഡ് മോർ. നമ്മളെ സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ നേരത്ത് പിന്നെ സമയം, ഓരോ രീതികൾ, ഇതിനൊക്കെ അർത്ഥങ്ങളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മളിപ്പം പറഞ്ഞത് ഹൗ ഓർ ഇൻ വാട്ട് വേ സംതിങ് ഈസ് ഡൺ എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബൈ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതിൽ എക്സാമ്പിൾ ആണ് ഇപ്പം പറഞ്ഞത് വാട്ടർ ഈസ് ഹീറ്റഡ് ബൈ ഗ്യാസ്, അതായത് ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ വെള്ളം ചൂടാക്കുന്നു. പിന്നെ ടു ട്രാവൽ ബൈ ബസ് ഓർ ട്രാവൽ ബൈ കാർ അങ്ങനെ പറയാം. പിന്നെ ഐ വിൽ കോണ്ടാക്ട് യു ബൈ ലെറ്റർ, അതായത് നമ്മൾ കത്തിലൂടെ എന്നെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ കെൻ ഐ പേ ബൈ ക്രെഡിറ്റ് കാർഡ് എന്ന് ചോദിക്കുന്നു, അതൊക്കെ നമ്മൾ ചെയ്തോട്ടെ എന്നുള്ളൊരു അതൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്തത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നിന് സമീപത്ത് ഒന്നിനടുത്തായിട്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നിയർ സംബഡി ഓർ സംതിങ് ഓർ നെക്സ്റ്റ് അറ്റ് ദ സൈഡ് ഓഫ് സംബഡി ഓർ സംതിങ് ഓർ നെക്സ്റ്റ് ടു സംബഡി ഓർ സംതിങ്, ഒന്നിനരികത്ത് എന്നുള്ളത് അർത്ഥാക്കാൻ വേണ്ടിയിട്ടും ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കം ആൻഡ് സിറ്റ് ബൈ മീ, എന്റെ അടുത്ത് വന്ന് ഇരിക്കൂ എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എ ഹൗസ് ബൈ ദ റിവർ, നദിക്കരയിൽ ഒരു വീട്. അതുപോലെ തന്നെ നമ്മളിപ്പോ പറയുന്ന ആ ജനലിന്റെ അടുത്ത് നമുക്കൊന്ന് ഈ ടേബിൾ സെറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. കൻ ഐ ഹാവ് ദ ടേബിൾ ബൈ ദ വിൻഡോ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒന്നിന് സമീപത്തായിട്ട് അടുത്ത് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസീവ് വോയിസിൽ, അതായത് പാസീവ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് രണ്ട് സെന്റൻസ് ഉണ്ട്. അപ്പൊ അതില് പാസീവ് വോയിസിൽ ആഫ്റ്റർ പാസീവ് വേർബിന് ശേഷം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബൈ എന്ന് പറഞ്ഞത്. ഇറ്റ്സ് യൂഷ്വലി യൂസസ് ആഫ്റ്റർ എ പാസീവ് വേർബ്, അതായത് വിച്ച് ഡിസ്ക്രൈബ്സ് ഹു ഡസ്, ഹു ഓർ വാട്ട് ഡസ് ഓർ ക്രിയേറ്റ്സ്, കോസസ് സംതിങ് ഉള്ളതാണ്. ഓരോന്നും ചെയ്യുന്നതിനെ കുറിച്ച് കാരണമാകുന്നത് എന്ത് ചെയ്യുന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസീവ് വേർബില് എന്ത് ചെയ്യുന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ. യൂസ് ചെയ്യുന്നുണ്ട് ബൈ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ദ കേക്ക് വാസ് ഈറ്റൺ ബൈ ദ ഡോഗ്, അതായത് നായ അത് കഴിച്ചു എന്നുള്ളത് ഇതൊരു പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് വരുന്നത്. പിന്നെന്ന് വെച്ചാല് ഹി വാസ് നോക്ക്ഡ് ഡൗൺ ബൈ എ ബസ്, ഒരു ബസ്സിനെ ഇടിച്ചു വീഴ്ത്തി. ഇതൊക്കെ പാസീവ് വോയിസ് ആയിട്ട് വരുന്ന സെന്റൻസ് ആണ് ഇതൊക്കെ. അപ്പൊ അതിലും ഒരു പാസീവ് വോയിസിലും നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ലേറ്റർ ദാൻ ദ ടൈം മെൻഷൻ, അതായത് നമ്മളൊരു കൃത്യമായ ഒരു സമയം പറഞ്ഞിട്ട് അതിന് മുന്നേ നമ്മളൊരു പ്രവൃത്തി ചെയ്ത് തീർക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈം മെൻഷൻ ചെയ്തിട്ട് അതിന് മുമ്പേ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാനും അർത്ഥാക്കാനും നമ്മൾ പിന്നെന്ത് യൂസ് ചെയ്യുന്നുണ്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കൻ യു ഫിനിഷ് ദ വർക്ക് ബൈ 5 PM,
5 മണിക്ക് മുന്നേ നിങ്ങൾക്ക് ഈ പ്രവൃത്തി ചെയ്ത്, അതായത് ഈ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. പറഞ്ഞേ ഇപ്പൊ പറഞ്ഞേ ക്യാൻ യു ഫിനിഷ് അതൊന്നുകൂടി പറഞ്ഞേ ആ എക്സാമ്പിള്. ഓക്കെ, ക്യാൻ യു ഫിനിഷ് ദ വർക്ക് ബൈ 5 PM? അതായത് നമുക്ക് 5 മണിക്ക് മുന്നേ അത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈമിന് മുന്നേ ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ, ടൈമാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അത് ബൈ യൂസ് ചെയ്യുന്നത് ഇവിടെ അർത്ഥാക്കുന്നത്. ഓക്കെ, ബിഫോറിന് പകരം നമ്മൾ ബൈ ഇടണേണോ? ബിഫോർ ആ ഒരു അർത്ഥാണ് സൂചിക്കുന്നത്. പക്ഷെ ഇവിടെ ബൈ ആണ് യൂസ് ചെയ്യണത്. ബിഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടൈം ആണ്. നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം പറഞ്ഞിട്ട് അതിന് മുന്നേ ചെയ്ത് തീർക്കുമെന്ന് സൂചിപ്പിക്കാൻ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ക്യാൻ യു ഫിനിഷ് ബൈ എന്താണ് 5 o'clock എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു അർത്ഥം നമുക്ക് പറയാം, ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ ആം ഇൻ ന്യൂയോർക്ക് എന്ന് പറയാം. അതായത് ഈ സമയത്ത്, അടുത്ത ആഴ്ച ഈ സമയത്ത് ഞാൻ ന്യൂയോർക്കിലായിരിക്കാം. ബൈ ദിസ് ടൈം, ഈ സമയത്ത്, അതായത് നെക്സ്റ്റ് വീക്ക് ഞാൻ ന്യൂയോർക്കിലായിരിക്കാം, അങ്ങനെയും പറയാം. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ബൈ ദ ടൈം ദ ലെറ്റർ റിസീവ്സ് യു ഐ വിൽ ലെഫ്റ്റ് ദ കൺട്രി. അതായത് ഈ ബൈ ദ ടൈം ദ ലെറ്റർ റിസീവ്സ് യു എന്ന് പറയുമ്പോൾ ബൈ ദ ടൈം എന്ന് യൂസ് ചെയ്യുന്നത് ദാറ്റ് ടൈമാണ്, ആ സമയത്താണ്. എനിക്ക് ഈ കത്ത് ലഭിക്കുന്ന സമയത്ത്, ആ സമയം ഞാൻ ഈ രാജ്യം വിട്ടിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈമിന് അതിന് മുമ്പ് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഫോർത്ത് പോയിന്റ്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് യൂസ്ഡ് ബിഫോർ സം പെർട്ടിക്കുലർ നൗൺസ്. ചില നൗൺസിന് മുന്നേ ദീന്ന് പ്രയോഗം ചേർക്കാണ്ട് തന്നെ ചില പെർട്ടിക്കുലർ നൗൺസിന് മുന്നേ നമ്മൾ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. which describing about something happens as a cause of something എന്നുള്ളതാണ്. ചില കാരണങ്ങൾ കൊണ്ട് മറ്റു ചില കാരണങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു, അതിന് റിസൾട്ടായി മാറുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞ എക്സാമ്പിൾ ഒന്നൊരു പറയാം. ബൈ എന്താ ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ ഒരു എക്സാമ്പിള്, ബൈ സം എന്നുള്ളത് പറഞ്ഞില്ലേ, അതൊന്നുകൂടി പറയൂ. ആ എക്സാമ്പിൾ ഒന്ന് കേൾക്കാനാണ്. എക്സാമ്പിളാ? ഓക്കെ, അതായത് ബൈ ദ ടൈം ദ ലെറ്റർ റിസീവ്സ് യു. ഓക്കെ ബൈ ദ ടൈം ദ ലെറ്റർ റിസീവ്സ് യു എഴുതുന്നതാണോ? ലെറ്റർ റിസീവ്സ്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ സ്നേഹ ഒരു കാര്യം ചെയ്യേ, ക്ലാസ് എടുത്തിട്ട് ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ ഞങ്ങൾ എഴുതിക്കോളാം. ആയിക്കോട്ടെ. പോയിന്റിലേക്ക് കിടക്കാന്, അതായത് ചില നൗൺസിന് മുന്നേ നമ്മൾ ബൈന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആസ് എ റിസൾട്ട് ഓഫ് സംതിങ്, അതായത് ബൈ ദ കോസ് ഓഫ് സംതിങ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാരണങ്ങൾ കൊണ്ട് മറ്റു ചില കാരണങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും ബൈ എന്നുള്ളത് യൂസ് ചെയ്യുന്നുണ്ട് ചില നൗൺസിന് മുമ്പിൽ. അതായത് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ദേ മെറ്റ് ബൈ ചാൻസ്, അവർ യാദൃശ്ചികമായി കണ്ടുമുട്ടി, അങ്ങനെ പറയാം. പിന്നെ ഒന്ന് വരുന്നത് വെച്ചാല് ഐ ഡിഡ് ഇറ്റ് ബൈ മിസ്റ്റേക്ക്, എന്തോ ഒരു സംഭവം ചെയ്തു, അപ്പൊ അതിന് ഫലമായിട്ട് എന്തുണ്ടായി, ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. അപ്പൊ അങ്ങനെ വരുന്നതിനും ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 6th പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂസ് ടു ഷോ സം ഡിഗ്രീസ് ഓർ എമൗണ്ട്സ്, അതായത് ചില വാല്യൂസ് മെൻഷൻ ചെയ്യുമ്പോഴും നമ്മൾ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പെട്രോളിന്റെ വില ഇത്ര ശതമാനം കൂടി, പിന്നെ ഹൗസ് റെന്റ് ഇത്ര കൂടി, ഇങ്ങനെ പറയില്ല, ദ ഫ്യൂൽ പ്രൈസ് വർ വെന്റ് ബൈ 12%, അങ്ങനെ ചില പെർസെന്റേജോ ചില എമൗണ്ട്സ് ഒക്കെ പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്നിടത്തും ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് 6th പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 7th പോയിന്റ് എന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളെ മെൻഷൻ ചെയ്യാനും ചില സമയത്ത് ഉണ്ടാകുന്ന അത് മെൻഷൻ ചെയ്യാനും എന്താ പറയാ, ഡ്യൂറിങ് സംതിങ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ചില കാരണങ്ങൾ ഉണ്ടാകുന്നതിനും ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വി ഹാഡ് ഡൺ ദ വർക്ക് ഇൻ എ കാൻഡിൽ ലൈറ്റ്, നമ്മൾ ആ മെഴുകുതിരി വെട്ടത്തിൽ നമ്മൾ ആ ഒരു ജോലി ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ടു ട്രാവൽ ബൈ ഡേ ഓർ നൈറ്റ്, ആ ഒരു 2 എക്സാമ്പിൾ ആണ് അതിൽ ഞാൻ കണ്ടെത്തിയത്. 7 പോയിന്റ്സ് മനസ്സിലായോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് 8th പോയിന്റ് എന്ന് പറഞ്ഞത് ഫ്രം വാട്ട് സംതിങ് ഷോസ് ഓർ സേസ് അക്കോർഡിംഗ് ടു സംതിങ്, നമ്മൾ ഒരു വസ്തുത കാണിച്ചിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ്. അതായത് ഇതിപ്പോ നിയമം നിയമപ്രകാരം നിങ്ങൾ ഇപ്പം 18 വയസ്സാകുന്നത് വരെ നിങ്ങളൊരു കുട്ടിയാണ്, അല്ലെ? ബൈ എ ലോ യു ആർ എ ചൈൽഡ് അൺടിൽ യു ആർ 18 എന്ന് പറയാം.
18 വയസ്സാകുന്നവർ നീ ഒരു കുട്ടിയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും ബൈ മൈ ക്ലോക്ക് എന്താണ് ബൈ മൈ വാച്ച് ഇറ്റ് ഈസ് 2 o'clock. എന്റെ വാച്ചിൽ സമയം 2 മണിയാണ്. അങ്ങനെ പറയും. ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് കാണിക്കുകയോ പറയുകയോ ചെയ്യുന്നു. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 8 പോയിന്റ്സ് മനസ്സിലായോ? കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, എന്നാലും എക്സാമ്പിൾസ് കിട്ടുമ്പോൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, എന്നാലും ഞാൻ പറയട്ടെ. എന്നാല് നോട്ട് പറയാം, എഴുതിയെടുക്കോ എന്നാല്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ഷോയിങ്. എഴുതി കഴിഞ്ഞിട്ടാകുമ്പോ പറയണേ. യൂസ്ഡ് ഫോർ ഷോയിങ് how or in what way something is done. How or in what way something is done. ഒന്നും കൂടി പറയോ? used for showing how or in what way something is done. എഴുതിയോ? ഓക്കെ. എക്സാമ്പിൾ, I will contact you by letter. Okay, next, to travel by boat. travel by ബോട്ടോ അല്ലെങ്കിൽ കാറോ ഫ്ലൈറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ടു ട്രാവൽ ബൈ ബോട്ട്. കഴിഞ്ഞടാ. നെക്സ്റ്റ് പോയിന്റ്, നിയർ സംബഡി ഓർ സംതിങ്. സെക്കൻഡ് പോയിന്റ്, നിയർ സംബഡി ഓർ സംതിങ്. Okay, near somebody or something. At the side of somebody or something. At the side of somebody or something. Or next to somebody or something. And then near somebody or something, at the side of somebody or something, next to somebody or something. അതിന്റെ എക്സാമ്പിൾ, a house by the river. A house by the river. ഒന്നുകൂടി പറഞ്ഞേ. ഹൗസ്. A house by the river. A house by the river. A house by the river. Okay da. Next, come and sit by me. Oh. Come and sit by me. Okay. Come and sit by me. Next, can I have the table by the window? Can I have the table by the window? എഴുതിയോ? Can I have the table by the window? Okay. Okay, next, third point, used usually after a passive verb. Okay. To show who or what does. Okay. Creates. What does creates or cause something or causes something. Okay. Okay.
He was knocked down by a bus. He was knocked, knocked by a bus. He was knocked down by a bus. Okay. Knock down ഉണ്ടല്ലേ. He was knocked down by a bus. Next, I was frightened by the noise. I was frightened by the noise. Okay, now. By the no. By the. By the noise. Noise. No, ശബ്ദം. Okay. Okay. No later than the. No later than the. ഒരു ഡൗട്ട് Hello. No. നമ്മള് ഏത് ബസ്ന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ Hello. Not later than the. കേക്കുന്നില്ലേ? Okay. Not later than the time mentioned. Not later than the time mentioned. Okay. Fourth point അല്ലേ ഇപ്പൊ പറഞ്ഞത്? Not later. Fourth point ആണ് not later than the time mentioned. And example, can you finish the work by 5 o'clock? അത് ഫിഫ്ത്ത് അല്ലായിരുന്നോ? അല്ല, fourth point. Okay. Okay. Can you finish the work by 5 o'clock? Work by 5 o'clock. Okay. അടുത്ത point, അടുത്ത example. By this time next week, we will be in New York. By this time. By this time next week. We will be in New York. Okay. Next example. By the time this letter reaches you. By the time this letter reaches you. I have left the country. I will have left. Oh. ഒന്നുകൂടി പറഞ്ഞ ക്ലിയർ ആയില്ല. I will. By the time this letter reaches you, I will have left the country. I will have left the country. Okay. Next, fifth point. Used before. Fifth point ആണ്. Used before particular nouns. Used before particular nouns without the. Without the. Without the. The. Without the. To say that something happens. To say that something happens. Without the. 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 To say that something happens as a result of something. ഒന്നുകൂടി പറയോ അത്? Used before. Used before particular nouns without the. The. Without the. To say that. To say that something happens as a result of something. Something happens as a result of something. And example, they met by chance. Slowly parata. Okay, okay. The point എഴുതിയെടുത്തോ? Used before എന്നുള്ള result of some bucket here. Result of something. Something. Result of something. Something. ഒന്നും കൂടി പറയാവോ? Used before. Slowly parada. Used before particular nouns. Used before particular nouns without the.
to say that something happens as a result of something. Okay ആണോ? Okay. Okay, അതിന്റെ എക്സാമ്പിൾ they met by chance. They met by chance. അവർ യാദൃശ്ചികമായി കണ്ടുമുട്ടി. They met by chance. Next example. I did it by mistake. I did it by mistake. Okay. I did it by mistake. Okay. Okay. And the sixth point, used to show. Slowly പറയടാ. Used to show. Used to show the degree or amount. Degree or amount. Or something. Used to show the degree or amount of something. Okay. Okay, അതിന്റെ എക്സാമ്പിൾ house prices went up by 10%. Slowly പറ. House. Okay. House prices went up by 10%. House prices Went up, WENT, went up by 10%. Okay. Next example, the price of fuel was. The price. Oh. Slowly പറയടാ. Okay. The price of fuel, FUEL, the price of fuel was increased by. The Was price ആണോ? was 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 increased by. The price of fuel was increased by 12%. Okay, സ്നേഹ. എക്സാമ്പിൾസ് കഴിയാറായോ? ഇനി 2 പോയിന്റിന്റെ എക്സാമ്പിളും കൂടിയാണ്. Okay. എഴുതിയോ? വേടാ. Okay. And next 7th point. പറയട്ടെ. During something. മനസ്സിലായില്ല. During something. ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ആക്കുക. അതാണ് ക്ലിയർ ആവാത്ത. സെയിം ടൈം വേറെ ആരോ മൈക്ക് ഓൺ ആക്കുന്നുണ്ട് സ്നേഹ പറഞ്ഞോണ്ടിരിക്കുമ്പോ. During something in a. During something in a particular situation. During something in a particular situation. Okay. Example, to travel by day or night. To travel by day or night. To travel by day or night. We had to work by candlelight. Next example, we had to work by candlelight. സ്ലോലി പറയാം. ഒന്നുകൂടി പറയാം. To travel by day or night. Next, we had to work by candlelight. We had to work by candlelight. 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 We had to work by candlelight. Okay, Anna. Next, last 8th point. From what something shows. From what something shows or says. From what something shows or says. From what something shows or says. According to something. ഒന്നും കൂടി പറയൂ. From what something shows or says.
from what something shows or says according to something. Okay, now an example. Buy my watch. Buy my watch. WATCH. Buy my watch. It is 2 o'clock. Buy my watch. It is 2 o'clock. Okay, next example. By law. By law. Oh. By law, you are a child until you are 18. By law, you are a child until you are 18. Okay, now. എല്ലാരും എഴുതിയോ? 8 പോയിന്റ്സ് ആണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളോട്. ബാക്കിയുള്ള റിമൈനിങ് പോയിന്റ്സ് അശ്വതിയാണ് ഡീൽ ചെയ്യേണ്ടത്. ഈ 8 പോയിന്റ്സും എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോടാ. ഓക്കെ ആണോ? Okay, thank you everyone. Thank you so much. Okay, Sneha. Okay, clear ആണോ എല്ലാവർക്കും? മനസ്സിലായി? Yes, ma'am. സ്നേഹ ഒരുപാട് ബൈനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടോ. Okay, ma'am. Okay. മീൻസ് പറയുകയാണെങ്കിൽ ഇപ്പോ by watch പറഞ്ഞല്ലോ. by watch it's 2 o'clock. Yeah, correct? Yes. നമുക്ക് ബൈ എവിടെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല. അതെ. നമുക്ക് it's 2 o'clock on my watch എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. അപ്പോ നമുക്ക് ഇപ്പോ ഒരു പ്രപ്പോസിഷൻ തരുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഞാൻ നോട്ട് ചെയ്തെടുത്തില്ലായിരുന്നു ആ സെന്റൻസിൽ. കാരണം വെച്ചാൽ നമുക്ക് ചിലപ്പം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ തന്നെ ചിലപ്പോൾ ഇത് യൂസ് ചെയ്താൽ അത് കൺഫ്യൂഷൻ ആയിരിക്കും, ഓൺ ആണോ ബൈ ആണോ എന്നുള്ളതുള്ള. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടത്. ചിലത് സ്നേഹ പറഞ്ഞതില് ചില കാര്യങ്ങളില് തെറ്റെന്നല്ലോട്ടോ ഞാൻ പറയുന്നേ, ഒരു മിസ്റ്റേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി കറക്ഷൻ പറയാനുള്ളത് ബൈ അവിടെ യൂസ് ചെയ്യേണ്ട നിർബന്ധം ഉണ്ടോന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് സ്നേഹ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നല്ല കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ബൈ യൂസ് ചെയ്യാം, ചെയ്തുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നും അവിടെ ഇല്ല. ഓക്കെ, സ്നേഹ ഭാഗത്ത് ഒരു തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ സ്നേഹനെ കുറ്റം പറയാനോ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കരുത്. ഓക്കെ, അപ്പോ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ വയ്ക്കേണ്ടത് ബേസിക്. നമുക്ക് എന്താണ് ഒരു ടോപ്പിക് തന്നാൽ നമുക്ക് അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ട്, ജസ്റ്റ് ബേസിക്കും പറയാനുണ്ട് അല്ലെ. രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. സ്നേഹം എടുത്തത് ഒരുപാട് കാര്യങ്ങൾ എടുത്തു, വളരെ നല്ല കാര്യമാണ്. അത്യാവശ്യം നന്നായിട്ട് എഫോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് എഫോർട്ട് എടുത്തിട്ടാണ് അവർ ഇത്രയും ക്ലാസ് എടുത്തത്, എനിക്കത് മനസ്സിലായി. അത്രയും പോയിന്റ്സിനെ കുറിച്ച് പറയണമെങ്കിൽ നന്നായിട്ട് എഫോർട്ട് എടുത്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് ഓക്കെ ക്ലിയർ ആണ് സ്നേഹ. സ്നേഹയുടെ സൈഡ് ഓക്കെ ആണേ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, കൺഫ്യൂഷൻ ഉണ്ടോ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക്? മാം പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യുന്നത് ഏതെല്ലാം കാര്യങ്ങൾ കാണുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് മാം. അതുപോലെ തന്നെ ഇപ്പോ ഈ ബൈക്ക് പകരം നമ്മൾ ബിഫോർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമോ? ഓൺ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്, നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. ഈ സ്നേഹ പറഞ്ഞ എക്സാമ്പിൾസില് ചോദിച്ചത് ബിഫോർ എനിക്കത് മനസ്സിലായി. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാവേ. മെഷർമെന്റിന് ഇത് ഉപയോഗിക്കോ? റേറ്റ് കാണിക്കാൻ മെഷർമെന്റിനൊക്കെ ഞാനത് പറയാം. നിങ്ങൾക്കത് ഞാൻ പറയുമ്പോ നിങ്ങൾക്കത് മനസ്സിലായി, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോ സ്നേഹം ഉദ്ദേശിച്ച് ചിലപ്പോ അതായിരിക്കാം. പിന്നെ ടെൻഷനും അത് ക്ലാസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാം.
പക്ഷെ ക്ലാസ് നന്നായിരുന്നു കേട്ടോ സ്നേഹ, എനിക്കത് പ്രത്യേകം പറയുന്നതായിട്ടുണ്ട്. നന്നായിട്ട് എഫേർട്ട് എടുത്ത് അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ. എനിക്ക് സ്നേഹ പറഞ്ഞു തന്നെയാണ് കേട്ടോ, അത് വേറെ ഒന്നുമില്ല. സ്നേഹ പറഞ്ഞത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. സ്നേഹ പറഞ്ഞു ട്രാവൽ അല്ലെ, ട്രാവൽ ബൈ സംതിങ്. ട്രാവൽ, നിങ്ങൾ എന്ത് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത് അത് പറയുമ്പോൾ നമുക്ക് ബൈ യൂസ് ചെയ്യാം. അവിടെ ബൈ ആണ് യൂസ് ചെയ്യേണ്ടത്, വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്ത് ത്രൂ ആണോ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ് ബൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാവൽ ത്രൂ ബൈ പറയാം. നിങ്ങൾ ഒരു പേയ്മെന്റ് ചെയ്യാണ് അല്ലെ, ക്യാഷ് പേയ്മെന്റ് ചെയ്യാണ്, അത് എന്ത് ത്രൂ ആണോ ചെയ്യുന്നത് അവിടെ ബൈ യൂസ് ചെയ്യാം. ബൈ ക്യാഷ്, ബൈ ജിപേ, ബൈ കാർഡ് അല്ലെ. ഐ പേ ദ ബിൽ ബൈ ക്യാഷ്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ സ്നേഹ അത് പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ത്രൂ ആണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ, മെസ്സേജ് അയക്കാം, വാട്സ്ആപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ത്രൂ പറയാറില്ലേ, ചുമ്മാ എങ്കിലും പറയാറില്ലേ, ഞാൻ വാട്സ്ആപ്പ് ത്രൂ ആണ് കോൺടാക്ട് ചെയ്തേ. സോ ഈ ത്രൂ എന്ന് പറയുന്നത് ബൈ ആണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് സ്നേഹ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ആക്റ്റീവ് വോയിസ് പറഞ്ഞു. ആക്റ്റീവ് വോയിസ് മിക്കവർക്കും ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആക്റ്റീവ് വോയിസ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, ടെൻസ് എടുക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കുക. ആക്റ്റീവ് വോയിസ് നാളെ ടോപ്പിക് കണ്ട് വിട്ടേക്കൂ, മനസ്സിലായാൽ വിട്ടേക്കും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവളാൽ ചെയ്യപ്പെട്ടു, ആരാണോ ഒരു പ്രവൃത്തി ചെയ്യപ്പെട്ടത് അങ്ങനെ പറയാൻ നമ്മൾ ബൈ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ ഷേക്സ്പിയർ ഒരു ഡ്രാമ എഴുതി അല്ലെ, ഡ്രാമ എഴുതപ്പെട്ടു. ഷേക്സ്പിയർ എഴുതിയ ഡ്രാമയാണ്, ഡ്രാമ റിട്ടൺ ബൈ ഷേക്സ്പിയർ അല്ലെ. ആൻഡ് ദ പിക്ചർ ഈസ് ഡ്രോൺ ബൈ ഹിം. അവനാൽ, അവളാണ് ആ പിക്ചർ വരച്ചത്, അവളാൽ വരയ്ക്കപ്പെട്ടതാണ് ആ പിക്ചർ. സോ അങ്ങനെ യൂസ് ചെയ്യാനാണ് ബൈ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായോ? സ്നേഹ പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആക്കി പറഞ്ഞത് മാത്രം, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതുവരെ ഓക്കെ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? പിന്നെ ഒരു കാര്യം സ്നേഹ പറഞ്ഞത് അരികെ അല്ലെ, ബൈ ദ റിവർ. അരികെ എന്നൊരു മീനിങ് ആണ്. നിയർ പറയാം, നമുക്ക് അവിടെ നിയർ പറയാം, ബിസൈഡ് പറയാം, ബൈ പറയാം. ബൈ ദ റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരികെ. ഓക്കെ, അറ്റ് പറയാമോ? അരികെ പറയാം. അച്ഛന് അരികെ ഒരു മീനിങ് ഉണ്ട് കേട്ടോ. അച്ചരികെ മീനിങ് ഉണ്ട്. നിയർ, ബിസൈഡ്, ബൈ പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് പ്രപ്പോസിഷൻ അവിടെ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് പ്രപ്പോസിഷൻസ് അവൈലബിൾ ആണ് അല്ലെ. ഒന്നിന് പകരം വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കൂട്ടത്തിൽ വരുന്നതാണ് ബൈ. ബൈ അരികെ, അറ്റ്, നിയർ, ബിസൈഡ് അതൊക്കെ അരികെ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആണ് അല്ലെ. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ട് കേട്ടോ. സ്നേഹ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവിടെ നിന്ന് എഴുതി വയ്ക്കാം. ദെൻ ടൈമിന്റെ കാര്യത്തിൽ പറഞ്ഞു. ടൈമിൽ ഒരു മിസ്റ്റേക്ക് വലിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ആ സമയത്ത് എന്തൊരു മീനിങ് അല്ല അവിടെ വരുന്നത്. ഇപ്പോ ബൈ ടുമാറോ എന്നാണെങ്കിൽ നാളെയോട് കൂടി എന്നാണ്. ഓക്കെ, ഐ ബി ദേർ ബൈ 10 o'clock. ഞാനൊരു 10 മണിയോട് കൂടി അവിടെ ഉണ്ടാകും. കറക്റ്റ് ടൈം അല്ല. അപ്പൊ ബൈ യൂസ് ചെയ്യുന്നത് എക്സാക്ട് ടൈം പറയാനോ ആ സമയത്ത് എന്ന് പറയാനോ അല്ല, ആ സമയത്തോടു കൂടി ഞാൻ ഉണ്ടാകും. മനസ്സിലായോ? മാം എക്സാക്ട് ആയിട്ട് പറയുമ്പോ അറ്റിടാ അല്ലേ? അറ്റല്ലേ? അറ്റാണ്. ഷുവർ. പിന്നെ സ്നേഹ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. എന്താണ്? ഐ വിൽ ഹാവ് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. എന്തായിരുന്നത്? പറയാമോ ഒന്ന്? വിട്ടുപോയി. റീച്ചിരുന്നോ? ഐ വിൽ ഹാവ് റീച്ച് എന്തോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഉണ്ടാവും. By the time the letter reaches you, I will have left the country. I will have left the country. നിന്റെ കയ്യിൽ ഈ കത്ത് കിട്ടുമ്പോഴേക്കും that time by the time the letter reaches you, I will left the country എന്നുള്ളതല്ലേ? അതിന്റെ മീനിങ് എങ്ങനെയാണ്? ആ ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാൻ ഈ കൺട്രി വിട്ടിട്ടുണ്ടാകും, കൺട്രി വിട്ട് പോയിട്ടുണ്ടാകും. മനസ്സിലായോ? കത്ത് കിട്ടുമ്പോഴേക്കും എന്നാണ്. കത്ത് കിട്ടുന്ന സമയത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ കറക്റ്റ് മീനിങ് വരുന്നത് ആ കത്ത് കിട്ടുമ്പോഴേക്കും ഞാൻ ഈ കൺട്രി വിട്ടിട്ടുണ്ടാകും, വിട്ടു പോയിട്ടുണ്ടാകും. ഓക്കെ, ആ സമയത്ത് എന്ന് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് അറ്റ് ദാറ്റ് ടൈം
അറ്റ് ദാറ്റ് ടൈം എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ സമയത്ത്, അറ്റ് ദാറ്റ് ടൈം. ബൈ ദ ടൈം ആ കിട്ടുമ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും എന്നുള്ളൊരു മീനിങ്ങിലാണ് അവിടെ വരാം. അതായത് ഷുവർ അല്ല, മനസ്സിലായോ? ബൈ യൂസ് ചെയ്യുന്ന ഒന്നും ഷുവർ അല്ല കേട്ടോ. ഇനിയിപ്പോ ബൈ ടുമാറോ, ഇപ്പോ പ്ലീസ് സെൻഡ് ദ പേയ്മെന്റ് ബൈ ടുമാറോ, നാളെയോട് കൂടി ആ പേയ്മെന്റ് ഒന്ന് സെൻഡ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പ്ലീസ് പേ ദ പേയ്മെന്റ് ബൈ ടുമാറോ, നാളെയോട് കൂടി ആ പേയ്മെന്റ് ഒന്ന് പേ ചെയ്യും. അപ്പൊ നാളെയോട് കൂടി, ഇനി ടൈമിന്റെ കൂടെ ആണെങ്കിലോ 10 മണിയോട് കൂടി, ബൈ 10 o'clock, 10 മണിയോട് കൂടി. ഇനി നമുക്ക് എന്തിന്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. മാസമാണെങ്കിലോ ആ ഒരു ജൂൺ മാസത്തോട് കൂടി എന്നൊക്കെ നമ്മൾ പറയാറില്ല മലയാളത്തിലാണെങ്കിലും. അപ്പൊ അങ്ങനെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ബൈ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇത്രയും പോയിന്റ് ആണ് അത്യാവശ്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഇവിടെയൊക്കെയാണ് ശരിക്കും ബൈ യൂസ് ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ട്. കാരണം ഇവിടെയൊക്കെ വേറെ എന്ത് പ്രപ്പോസിഷൻ ആഡ് ചെയ്താലും മിസ്റ്റേക്ക് വരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് കിട്ടില്ല. ഓക്കെ, ക്ലിയർ? ഇപ്പൊ മനസ്സിലായില്ലേ? സ്നേഹ പറഞ്ഞതും ഞാൻ പറഞ്ഞതും വെച്ച് നോക്കുമ്പോ നമുക്ക് ക്ലിയർ ആയാലോ? അതിന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ, ക്ലിയർ ചെയ്യാം. ക്ലിയർ ആയി മാം. ഓക്കെ, ഞാൻ അറ്റ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, ടൈമിന്റെ കാര്യത്തിൽ പറഞ്ഞു. എക്സാക്ട് ടൈം ആണെങ്കിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഒരു 10 മണിയോട് കൂടി എന്നൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പോ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അല്ലെ. അവിടെ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ആണ് ബൈ. ഓക്കെ, ഇനിയിപ്പോ ട്രാവൽ, ഞാൻ ട്രാവൽ ബൈ കാർ, ഞാൻ കാറിലാണ് വരുന്നത് അല്ലെ. they came by taxi, അവര് വരുന്ന ടാക്സിയിലാണ്. എന്ത് ത്രൂ ആണ് അവർ വരുന്നത് അല്ലെ, എന്ത് ത്രൂ ആണ് അവർ ട്രാവൽ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ബൈ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ they are in car, they are in the car എന്ന് പറയുമ്പോൾ അവര് കാറിലാണ്, മനസ്സിലായോ? അവര് കാറിലാണ്, അവർ കാറിലാണ് വരുന്നത്. ട്രാവൽ ആണ് കാണിക്കുന്നെങ്കിൽ മസ്റ്റ് ആയിട്ടും അവിടെ ബൈ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ട്രാവൽ അല്ല, അവർ കാറിലാണ് ബസ്സിലാണ് എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ നമുക്ക് അവിടെ ഇന്നും ഓണും ചേർക്കാം. ഇനിയിപ്പോ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ, ഞാൻ അവളോട് സംസാരിച്ചത് ഫോൺ ത്രൂ ആണ്, ഫോണിലൂടെയാണ് അവൾ ഞങ്ങൾ സംസാരിച്ചത്. അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ആണെങ്കിൽ ബൈ വാട്സാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പോസ്റ്റ് ആണെങ്കിൽ ബൈ പോസ്റ്റ് പറയും. എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ത് ത്രൂ ആണോ നടക്കുന്നത് അവിടെ കാണിക്കാൻ ബൈ യൂസ് ചെയ്യാം. ഇനിയിപ്പോ പേയ്മെന്റ് ആണെങ്കിൽ പോലും എന്ത് ത്രൂ ആണോ ചെയ്യുന്നത്, എന്ത് കാര്യം ആയിക്കോട്ടെ, പേയ്മെന്റ് ആയിക്കോട്ടെ, ട്രാവൽ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും അവിടെ നമുക്ക് ബൈ യൂസ് ചെയ്യാം. പിന്നെ ആക്റ്റീവ് വോയിസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് അവളാൽ, അവനാൽ, ഇനി ഒരു പേരാണെങ്കിൽ അവരാൽ എഴുതപ്പെട്ടതാണ്, അവരാൽ ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുന്നതാണ് ഈ ആക്റ്റീവ് വോയിസ് എന്നൊക്കെ പറയുന്നത്. ആക്റ്റീവ് വോയിസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ടെൻസ് ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൽ ഫുൾ ആക്റ്റീവ് വോയിസ് ആണ്. ആ ടൈമിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, അവളാൽ ചെയ്യപ്പെട്ട ഒരു വർക്ക് ആണ്. ദിസ് വർക്ക് ഈസ് ഡൺ ബൈ ഹർ, ഈ വർക്ക് അവളാൽ ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എക്സ്ട്രാ പോയിന്റ് എന്തെങ്കിലും സ്നേഹ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞത് എനിക്ക് തോന്നുന്നു റിവർ അല്ലെ, അരികെ എന്നൊരു മീനിങ് സ്നേഹ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? മാം ബൈ വരുന്നത് പാസീവ് വോയിസ് അല്ലേ? പാസീവ് വോയിസിലാണ് വരാം, ആക്റ്റീവ് വോയിസിലല്ല, പാസീവ് വോയിസിലാണ്. ഓക്കെ മാം. മാം ത്രൂവും ബൈയും ഒന്നിച്ച് യൂസ് ചെയ്യോ? ഇല്ലില്ല, ഒന്നിനും ബൈ യൂസ് ചെയ്യും, ത്രൂ യൂസ് ചെയ്യും. ഓക്കെ, എനി ഡൗട്ട്സ്? ഓക്കെ ആയാലോ? അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഇപ്പോ സ്നേഹ പറഞ്ഞു, അതിൽ കൂടുതൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാനും പറഞ്ഞു. സോ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇപ്പൊ നോട്ട്സിൽ എഴുതി വെക്കും കേട്ടോ. അത് മലയാളത്തിലാണെങ്കിൽ പോലും എഴുതി വെക്കുക. കാരണം ഇനി എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവാതിരിക്കരുത്. ഇംഗ്ലീഷിലെ ഡെഫിനിഷൻ ഏതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ അതിന് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല ഇംഗ്ലീഷ് ഡെഫിനിഷൻ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്, പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഇംഗ്ലീഷിലുണ്ട് ചെറുതായിട്ടാണെങ്കിലും. ശരിയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു വന്നാണല്ലോ. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ഈ നോട്ട്സിന് ഭംഗിയിട്ട് കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷിലൊക്കെ എഴുതി വെക്കുമെങ്കിലും മനസ്സിലാവണമെങ്കിൽ വളരെ നമ്മൾ എഴുതി വെക്കണം. സത്യല്ലേ? അതെ മാം. അപ്പൊ എഴുതിക്കോളൂ, മലയാളത്തിൽ എഴുതിക്കോളൂ കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആണെങ്കിൽ പോലും മലയാളത്തിൽ എഴുതും, പെട്ടെന്ന് മനസ്സിലാവും. എഴുതിയിട്ടുണ്ട് മാം, എഴുതിയിട്ടുണ്ട് ഓൾറെഡി.
അപ്പൊ കഴിഞ്ഞല്ലോ, ബൈ കൺഫ്യൂഷൻ തീർന്നല്ലോ. സ്നേഹ സ്നേഹയും കൂടെ എഴുതി വെക്കൂ കേട്ടോ. മിസ്റ്റേക്സ് വന്നത് എവിടെയാണെന്ന് മനസ്സിലായില്ലേ? ആ ടൈമിന്റെ കാര്യത്തിലാണ് മിസ്റ്റേക്ക് വന്നത് കേട്ടോ. ആ സമയത്ത് എന്ന് പറഞ്ഞാണേ, പറഞ്ഞുകൊണ്ട് തെറ്റൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ മനസ്സിലാക്കുക. കാരണം നമ്മള് ചില സ്ഥലങ്ങളിൽ മലയാളം പറയുന്നത് ഡിഫറെന്റ് ആണല്ലോ, അല്ലെ? ഇപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് മലയാളം പറയുന്നത്. ആ സമയത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും പറയാം അറ്റാച്ച് ടൈമാണ്. പക്ഷെ ആ സമയത്ത് ഒരു ആകുമ്പോഴേക്കും എന്ന രീതിയിലും ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പറയാറുണ്ടാകാം. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്താ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഐഡിയ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനിയൊരു 7 points കൂടി ക്ലിയർ ആയില്ലല്ലോ. ക്ലിയർ ആകുന്നുണ്ടോ? ഇല്ല, ഇനിയും ഒരു 7 points കൂടി ഉണ്ട് ബൈനെ കുറിച്ചിട്ടുള്ളത്. അതിന് എന്റെ പേരാണ് ഇനി എടുക്കേണ്ടത്, അശ്വതിയും കൂടിയാണ് എടുക്കേണ്ടത്. അതിൽ കുറച്ച് ഇഡിയംസ് എല്ലാം വരുന്നുണ്ട് ബൈ യൂസ് ചെയ്തിട്ടുള്ള. ഇഡിയംസ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവല്ലേ മാം? കഴിയുന്നു പോകും, മൊത്തം പോകും. കാരണം ഇഡിയംസും നമുക്ക് ഇപ്പൊ പറഞ്ഞു ബൈദച്ചായം ഇതൊക്കെ ജസ്റ്റ് ഒരു ഫ്രേസ് ആണെന്ന് പറയാം. കുറെ ഫ്രേസ് ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷില്. ഫ്രേസിന് പ്രത്യേകിച്ച് അങ്ങനെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. വൈൻഡ് അപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇറ്റ്സ് എ ഫ്രേസ്. ഇതൊരു ഫ്രേസൽ വേർബ് ആണ് വൈൻഡ് അപ്പ്. മീനിങ് എന്താ? മീനിങ് എന്താ? ഫിനിഷ്. ഇത്രേ ഉള്ളൂ. ഫിനിഷ് ചെയ്യാം, നമുക്ക് ക്ലാസ് നമുക്ക് ഫിനിഷ് ചെയ്യാം എന്ന് പറയുന്നത് ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇതുപോലെ ഫ്രേസൽ വേർബ് ഉണ്ട്, ഒരുപാട് ഫ്രേസൽ വേർബ് ഉണ്ട്. അപ്പൊ അതിൽ ഈ ബൈ ഒക്കെ വരും. സോ അത് ഫ്രേസൽ വേർബ് ആയിട്ട് തന്നെ പഠിക്കാം. കാരണം ഒരു വാക്കിന് പകരം അടുത്ത വാക്ക് യൂസ് ചെയ്യുന്നതാണ് ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഗിവ് അവേ. ഗിവ് അവേ എന്താ എല്ലാവർക്കും അറിയാം, ഇപ്പൊ അറിയാം ഗിവ് അവേ അല്ലെ? ഇൻസ്റ്റാ ത്രൂ എല്ലാവരും അറിയുന്ന കാര്യമാണ് ഗിവ് അവേ എന്ന് പറയുന്നൊരു വാക്ക്. എന്താണ് ഗിവ് അവേ? ഗിവ് അവേ ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഗിവ് അവേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഗിവ് അവേ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഗിഫ്റ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഗിവ് അവേ. നിങ്ങൾ ടെക്സ്റ്റില് യൂണിറ്റ് 30 ഫ്രേസൽ വേർബ് എന്നൊരു ചാപ്റ്റർ എടുക്കുന്നുണ്ട്. ഒന്ന് നോക്കിക്കോട്ടോ. ഒരുപാട് ഫ്രേസൽ വേർബ് ഉണ്ട്. 64 ഫ്രേസൽ വേർബ് ഉണ്ട്. എത്രാമത്തെ ചാപ്റ്റർ? യൂണിറ്റ് 30. ആ ഫ്രേസൽ വേർബ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒക്കെ ഇതിനൊരു മീനിങ് ഉണ്ട്. എല്ലാ ഫ്രേസൽ വേർബിനും ഒരു മീനിങ് ഉണ്ട്. കാരണം അത് യൂസ് ചെയ്യുന്നതിന്, ആ വേർഡ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബിനെയാണ് ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുന്നത് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? പുറത്തോട്ട് പോകുന്ന പറയുന്നത്. അതൊരു ഫ്രേസൽ വേർബ് ആണ്. ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്താ? സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ സ്റ്റോപ്പ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഗിവ് അപ്പ് എന്ന് പറയണം. അതാണ് ഫ്രേസൽ വേർബ്. അപ്പോ ബൈ വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ് നമുക്ക് ഉണ്ടാകാം. അതുകൊണ്ട് അത് ഫ്രേസൽ വേർബ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ബൈ വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഫ്രേസൽ വേർബ് ഒന്നും ഇല്ല. അത്യാവശ്യം കുറച്ചേ ഉള്ളൂ. ഒരുപാട് ഫ്രേസൽ വേർബ് നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന, അതുപോലെ തന്നെ ഇഡിയംസ് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ആ ഇനി തന്നെ പഠിക്കുക. പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ലിങ്ക് ചെയ്യുന്നതാണ് അല്ലെ? നൗണിനും വേർബിനും ഇടയിലുള്ള ലിങ്ക് ആണ്. അല്ലെങ്കിൽ ഒരു നൗണിന് മറ്റൊരു നൗണിലേക്കുള്ള ലിങ്കിങ് വേർബ് ആണെന്ന് പറയും. ലിങ്കിങ് വേർബ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ് ആണെന്ന് പറയും. അപ്പൊ പ്രപ്പോസിഷൻ എപ്പോഴും ആ രീതിയിൽ നമ്മൾ കാണാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് മതി നമുക്ക് ഒരു നമ്മുടെ ഡേ ടു ലൈഫിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യാനൊക്കെ ഇത്രയും പോയിന്റ്സ് തന്നെ ധാരാളമാണ്. ഇതിൽ കൂടുതൽ ഇനി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ട് ക്ലാസ് എടുക്കുന്നവരോട് പറയാനുള്ളത്, അനാവശ്യമായിട്ടും ആവശ്യമുള്ളതും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകാം. അനാവശ്യം ഞാൻ പറയുന്നില്ല, ആവശ്യം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് മാത്രം ക്ലാസ്സിൽ പറയാം. അതിൽ കൂടുതൽ പറയാനുള്ള കുഴപ്പം എന്താന്ന് വെച്ചാല്, ഒന്നും അറിയാത്തവനോട് ഒരുപാട് പറഞ്ഞാല് കൺഫ്യൂഷൻ ആയി. നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല, കാരണം ഒരു ടോപ്പിക് തന്നാൽ അത് അത്രത്തോളം ക്ലാസ് എടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ ആഗ്രഹം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അത്രയും സെർച്ച് ചെയ്ത് ഒരുപാട് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ വന്ന് ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾക്ക് പോലും അത് മനസ്സിലായിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ് എടുക്കുക. ഓക്കെ, അപ്പൊ കേൾക്കുന്നവനും മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും
മാം പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ളത് എടുത്താൽ മതി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കാരണം. എന്തുകൊണ്ടാണെന്നറിയോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ടോപ്പിക്കിനെ കുറിച്ച്, ഒരുപാടുണ്ട്. ആണെങ്കിലും ഒരുപാട് പറയാം, പക്ഷെ അത്രയും നമുക്ക് ആവശ്യമില്ലെന്നേ. നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഡേറ്റ് ലൈഫിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അത് പഠിച്ചാൽ തന്നെ, അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ചിന്തിക്കണം നിങ്ങൾ കൂടുതൽ കുറച്ചുകൂടെ അറിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുമ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടെ അങ്ങനെ പോവാം. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആണ്, ആ ലെവലിൽ ഒന്ന് പഠിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അയ്യോ സ്നേഹ പറഞ്ഞ ടഫായി നല്ല ഞാൻ പറഞ്ഞു, നെഗറ്റീവായിട്ട് കാണരുതോ ഞാൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ സ്നേഹ കണ്ടുപിടിച്ച് പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് തെറ്റല്ല, തെറ്റായിട്ടൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. അത്രത്തോളം നമുക്ക് എടുക്കാം. ഇപ്പൊ ഞാനും ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷേ നിങ്ങൾ ടെക്സ്റ്റും കൂടെ നിങ്ങൾ നോക്കുക. ടെക്സ്റ്റിൽ അത്രയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ശരിയല്ലേ? ബൈ വെച്ച് നോക്കി നിങ്ങൾ, ബൈ പറയുന്നത് കുറച്ചേ ഉള്ളൂ, രണ്ട് പോയിന്റ് മാത്രമേ ബൈനെ പറയുന്നുള്ളൂ. അത്രയും ഒരു 5 or 6 പോയിന്റ് ഒതുക്കാം നമുക്ക്. അങ്ങനെയാണ് നമ്പർ. കാരണം ടെക്സ്റ്റിലും വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാമായിരുന്നല്ലോ അല്ലെ. അപ്പൊ അത്രയും ആവശ്യമില്ല എന്നല്ല, ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഷോർട്ട് ആക്കി കൊടുത്തത്. അപ്പൊ ഷോർട്ട് ആക്കി തന്നെ മാക്സിമം ക്ലാസ് എടുക്കാൻ നോക്കാം കേട്ടോ എല്ലാവരും. ടെക്സ്റ്റും കൂടെ നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് ക്ലാസ് എടുക്കാം. ഓക്കെ, ഒരിക്കലും ഞാൻ പറഞ്ഞ നെഗറ്റീവായിട്ട് ആരും കാണരുത്. സ്നേഹക്ക് മിക്കവാറും അത് ഫീൽ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്, പക്ഷെ ഞാൻ നെഗറ്റീവായിട്ടല്ല കേട്ടോ പറഞ്ഞത്, ആരും നിൽക്കരുതേ. എന്തോ സ്നേഹ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയി തോന്നുന്നു. സ്നേഹ ലെഫ്റ്റ് ആയി എനിക്ക് തോന്നുന്നു, അത് കുറച്ച് ഫീൽ ആയിട്ടുണ്ടാകാൻ വേണ്ടി. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഒരുപാട് പറയുമ്പോ കൺഫ്യൂഷൻ ആവും, അത് ഷുവർ ആണല്ലോ, അതുകൊണ്ടാണ്. പറയും പിന്നെ സ്പീഡിൽ കൺഫ്യൂഷൻ വരും. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണവർക്ക് മനസ്സിലാവില്ല. എന്തോ അല്ല, മിസ് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായി. കുറെ പോയിന്റുകൾ ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ടാവും, പക്ഷെ നമുക്ക് മനസ്സിലാവില്ലല്ലോ കേൾക്കുമ്പോ. സിമ്പിൾ വേർഡ്സിൽ ഇപ്പൊ മാം പറഞ്ഞോണ്ട് മനസ്സിലായി, പക്ഷെ സ്നേഹം ഓക്കെയാണ്, പക്ഷെ അത് കുഴപ്പമില്ല. സ്നേഹക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ തോന്നും, അപ്പൊ അവക്കടെ രീതിയിൽ പറഞ്ഞു തരുമ്പോ നമുക്ക് അത്ര പെട്ടെന്ന് ക്ലിയർ ആവില്ല, അതായിരിക്കും. സ്നേഹ ടീച്ച് ചെയ്ത നല്ല ടീച്ചിങ് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. എത്രത്തോളം മനസ്സിലാവുന്നുള്ളതല്ല, പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. നല്ല ടീച്ചർ ടീച്ച് ചെയ്യും പോലെ ഉണ്ട്. അവർക്ക് നല്ല രീതിയിൽ അറിയാം. എന്ത് പറഞ്ഞാലും ഞാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് സ്നേഹയുടെ അടുത്താണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന രീതിയിൽ പെട്ടെന്ന് ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു തരും. അപ്പൊ ആള് ക്ലാസ് എടുക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ അവൾ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു, അവൾക്ക് അറിയാവുന്ന മാക്സിമം ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി അവൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ അറിവ് ചെറുതായതുകൊണ്ട് നമുക്കത് ഒരുപാട് അങ്ങനെ പെട്ടെന്ന് ക്ലിയർ ആവില്ല, അതായിരിക്കും. കാരണം എനിക്ക് സ്നേഹം പറഞ്ഞതെല്ലാം മനസ്സിലായി കേട്ടോ, എല്ലാ പോയിന്റ്സും മനസ്സിലായി. അപ്പൊ ഞാൻ കേട്ടപ്പോ ആലോചിച്ചത് എനിക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം ബൈനെ കുറിച്ച് ആദ്യമായിട്ടല്ല കേൾക്കുന്നേ. അപ്പൊ അങ്ങനെ ഒരു ആദ്യമായിട്ട് ഒരാൾ കേൾക്കുമ്പോ അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്നേഹയ്ക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അധികം അറിയാം, അതുകൊണ്ടായിരിക്കും സ്നേഹ ആ ലെവലിൽ ക്ലാസ് എടുത്തത്. മനസ്സിലായോ സ്നേഹയെ? എനിക്ക് തുടക്കം തുടങ്ങി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആളെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ അറ്റെടുത്തതാണല്ലോ, അപ്പോ എക്സാക്ട് ടൈം എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് കൺഫ്യൂഷൻ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എക്സാമ്പിൾ പറഞ്ഞപ്പോഴേ. ഞാനും ഇടയ്ക്ക് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ക്ലാസ് കംപ്ലീറ്റ് കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ആരെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് സ്നേഹയോട് കാര്യം പറയും കേട്ടോ. പെട്ടെന്ന് അത്രയും ക്ലാസ് എടുത്തപ്പോ ഞാൻ ചിലപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ചിലപ്പോ കേട്ടായിട്ടുണ്ടാകാം മേ ബി. അത് ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കുള്ളൂ. അങ്ങനെ ഗ്രൂപ്പിൽ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഫീൽ ചെയ്യണവരല്ല, കുഴപ്പമില്ല. എല്ലാവരും അപ്പൊ ഭയങ്കര ഹളം കേൾക്കണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്നതിനിടയില്. കുട്ടിയുടെ പുറകെ പോയിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല മാം. Don't worry, mom. എന്തോ Don't worry, mom. അങ്ങനെ പെട്ടെന്ന് എനിക്കും അതൊരു ഫീൽ ആയെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ചിലപ്പോ അത് നെഗറ്റീവായിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് നെഗറ്റീവായിട്ട് എടുക്കാം. സോ അങ്ങനെയൊന്നുമില്ല. ക്ലാസ് നന്നായിരുന്നു. സ്നേഹയുടെ പോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞതും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇനി ക്ലാസ് എടുക്കുന്നവരും ശ്രദ്ധിക്കാം.
മാക്സിമം നിങ്ങളും തന്നെ ഒന്ന് പറയാം, ക്ലാസ് എടുക്കുന്നവരോട് ഇനി അങ്ങനെ പറയാം, ഒരുപാടൊന്നും വേണ്ട. വലിച്ചു വാരി എടുക്കണ്ട, അത്യാവശ്യം വേണ്ട പോയിന്റുകൾ പറഞ്ഞാൽ മതി. ഒത്തിരി പറയുമ്പോൾ പിന്നെ തലയിലേക്ക് ഒന്നും കയറില്ല, ലാസ്റ്റ് ഒന്നും ഇല്ലാതെയാവും. അതാണ് വലിച്ചാരും ഒന്നും മനസ്സിലാവില്ല പൊതുവെ, അങ്ങനെയാണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന തരത്തിൽ പറയാം അല്ലേ മാം? സിമ്പിൾ ആയിട്ട് പറയുമ്പോ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഒരുപാട് ഡെഫിനിഷനൊക്കെ കൊണ്ടുവരുമ്പോ ഡെഫിനിഷൻ കേൾക്കുമ്പോ തന്നെ നമുക്ക് ബോറടിക്കും, പിന്നെ അത് പഠിച്ചവർക്ക് അത് മടിയാവും. ആ സമയം സിമ്പിൾ ആയിട്ട് ഇതിങ്ങനെയാട്ടോ അതാണ് ഓക്കെ കേറി എത്രയേ ഉള്ളൂ, പിന്നെ അത് പോകില്ല. തലയിൽ കേറിയ സാധനം ഒരിക്കലും ഇറങ്ങി പോകില്ല. മനസ്സിലാവാറുണ്ട്. അപ്പൊ ടീച്ചേഴ്സ്, നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സോ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് വേണം ക്ലാസ് എടുക്കാൻ പോകാൻ പിള്ളേർക്ക്. ഓക്കെ, ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിച്ച് ക്ലാസ് എടുക്കരുത്. സിമ്പിൾ ആക്കി എന്റർടൈൻ ചെയ്ത് അവര് പോലും അറിയാതെ അവരെ മനസ്സിൽ അത് കയറണം, പഠിക്കണം. അങ്ങനെയാണ്. ഞാൻ പഠിക്കുകയാണ് എന്നൊരു തോന്നൽ ഒരിക്കലും അവർക്ക് ഉണ്ടാവരുത് കേട്ടോ. ഇപ്പൊ നിങ്ങള് ഞാൻ അങ്ങനെ പറയാനാ, ഇപ്പൊ ബൈ പറഞ്ഞു, ബൈ പഠിച്ചു, അല്ലെങ്കിൽ ഓരോ ആരും ഇത്രയും നാളെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾ എത്രത്തോളം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങൾ എപ്പോഴും നോട്ട്സ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ വായിക്കുന്നുണ്ടോ, ടെക്സ്റ്റ് നോക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ എങ്ങനെയൊക്കെയോ പഠിക്കുന്നുണ്ട്, ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മാം. അപ്പൊ ആ രീതിയിൽ ക്ലാസ് എടുക്കാൻ നോക്കാം എല്ലാവരും. ഓക്കെ, അപ്പോ സ്നേഹയോടൊന്ന് പറയണം, വീണ്ടും വീണ്ടും പറയാണ്, ഇത് ചോദിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് പറയാം, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് സംസാരിക്കുക സ്നേഹയോട്. ചിലപ്പോ കൊച്ചു കരയൊക്കെ ചെയ്യുമല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ പോയതായിരിക്കും. എങ്ങനെ തോന്നിയെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനാല്. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോളൂ കേട്ടോ. Good morning, everyone. I am Rayhana, and it's my privilege to deliver the sign out for today's class. There was a wonderful class held by Sneha about the proposition by. I just wanted to say thank you for your hard work, and thank you, ma'am. And I would also like to thank you all my batchmates for active participation today. Thank you. Have a good day. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. So